രാഷ്ട്രീയ അധിനിവേശവും മയക്കുമരുന്നും ഒരുമിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ വളരുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, വിദ്യാഭ്യാസവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ അതിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപജയം. കാവ്യവൽക്കരണം നടത്തിയെന്ന് പറയുന്നത് വലിയ ഫലിതമാണ്. അവിടെ നടത്തിയിരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയവൽക്കരണം തടയുന്നതിനെയാണ് കാവ്യവൽക്കരണം എന്നാരോപിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ഈ വയലന്റ് ക്യാമ്പസ് രാഷ്ട്രീയം ഹൈക്കോടതി പറഞ്ഞതുപോലെ നടപ്പിലാക്കിയാൽ മതി. മെഡിക്കൽ കോളേജിലും നഴ്സിംഗ് കോളേജിലും ഒക്കെ നടക്കുന്നത് പ്രൊഫഷണൽ എഡ്യൂക്കേഷനാണ്. ഇത് സ്റ്റുഡൻറ്റ് പ്രൊഫഷനാണ്. സ്റ്റുഡൻഷിപ്പാണ് ഒരു പ്രൊഫഷൻ. പഠിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനായിരുന്നു മെഡിക്കൽ കോളേജിൽ. നമസ്കാരം. വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. ഒരു നാടിൻ്റെ സ്വപ്നവും പ്രതീക്ഷയും വികസന കാഴ്ചപ്പാടും എപ്പോഴും അവിടുത്തെ യുവത്വത്തെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും ഭരണകൂടങ്ങൾ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്. രാജ്യത്തെ ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ മേഖലയെന്ന് അഭിമാനം കൊള്ളുന്ന നമ്മുടെ സർവകലാശാലകളിൽ സമീപകാലത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ആരോഗ്യ കേരള സർവകലാശാലകളുടെ വൈസ് ചാൻസലറായ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. സ്വാഗതം സർ. താങ്ക് യു. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സർവകലാശാലകൾ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങളും ബഹുമതികളും എപ്പോഴും ഉയർത്തിക്കാട്ടി അക്കമിട്ട് നിരത്തുകയാണ് നമ്മുടെ സർക്കാർ ഓരോ ഘട്ടങ്ങളിലും ചെയ്തിട്ടുള്ളത്, ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഏറ്റവും മികച്ച സർവകലാശാലകളും ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ മേഖലയും തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആരോഗ്യകരമായ ചില സമീപനങ്ങളാണോ ഈ അടുത്ത കുറേ കാലങ്ങളായി നമ്മുടെ ഓരോ സർവകലാശാലകളിലും നടക്കുന്നത്? അത് ഒരു പൊടുന്നനെ വന്നൊരു മാറ്റമാണോ? എന്താണ് സർ അങ്ങയുടെ ഒരു അക്കാഡമിക് ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവ പാരമ്പര്യത്തിൽ നിന്ന് അങ്ങക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലോട്ടാണ് അങ്ങ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മഹനീയമായ പാരമ്പര്യമുള്ള ഒരു നാടാണ് നമ്മുടേത്. ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ കാലമൊക്കെ നമുക്കറിയാം. നളന്ദയും തക്ഷശിലയും ഒക്കെ നമുക്കറിയാം. ഇവിടെ കേരളത്തിൽ തന്നെ അന്ന് യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും ഒക്കെ അറിയാം. അതിനുശേഷം കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല വരുന്നത് 1937 തിരുവിതാംകൂർ സർവകലാശാലയായിട്ടാണ്. പറഞ്ഞു കേട്ടിട്ടുള്ളത് അന്നത്തെ ഭരണാധികാരികൾ ഐൻസ്റ്റീനെ വൈസ് ചാൻസലറായി കിട്ടുമോ എന്ന് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മികവാർന്ന ബിരുദധാരികൾ, റിസർച്ച് സ്കോളേഴ്സ് ഒക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ സമീപകാലത്ത് കാണുന്നത് ഇത് പൂർണ്ണമായിട്ടും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപജയം. വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ അതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കേണ്ടത്, അതിൻ്റെ നിയന്ത്രണം നടത്തേണ്ടത് വിദ്യാഭ്യാസ വിദഗ്ധരാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ വിദ്യാഭ്യാസവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ അതിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന, കേരളത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപജയം. അതിൻ്റെ റിഫ്ലക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളെ നിയന്ത്രിക്കുന്നത് ഉദാഹരണത്തിന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് എന്ന സമിതിയാണ്. സിൻഡിക്കേറ്റിലെ അംഗങ്ങളാരാണ്? വിദ്യാഭ്യാസവുമായി ഒരു ബന്ധമില്ലാത്ത ആളുകളാണ്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. അത് കഴിഞ്ഞതിന് ശേഷം അവർ ഓരോ തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതുപോലെ തന്നെ അധ്യാപകരുടെ കാര്യം പറയുകയാണെങ്കിൽ അധ്യാപക സംഘടനകളാണ് നിയന്ത്രിക്കുന്നത്. ഈ അധ്യാപക സംഘടനയെ നിയന്ത്രിക്കുന്നത് ആരാണ്? രാഷ്ട്രീയ പാർട്ടികളാണ്. പിന്നെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു അപൂർവമായൊരു പരിപാടി കേരളത്തിലുണ്ട്, എയ്ഡഡ് കോളേജുകൾ എന്നുള്ളത്. അതായത് അധ്യാപകരുടെ ശമ്പളം ഗവൺമെൻറ് കൊടുക്കും, ഗവൺമെൻറ് അധ്യാപകരുടെ അതിന് തുല്യമായ ശമ്പളം ഗവൺമെൻറ് കൊടുക്കും. അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നത് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് ഇപ്പോഴത്തെ കോളേജിലെ അധ്യാപകനാകുന്നതിൻ്റെ റേറ്റ് 1 കോടിയാണെന്നാണ് പറയുന്നത്. 1 കോടി രൂപ കൊടുത്തിട്ട് അധ്യാപകരാകുന്ന ആളുകളാണ്
കേരളത്തിലെ എയ്ഡഡ് കോളേജുകളിൽ പഠിപ്പിക്കുന്നത്. എയ്ഡഡ് സ്കൂളിൽ 1 കോടി ഇല്ലെന്ന് തോന്നുന്നു, കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഗവൺമെൻറ് കോളേജുകളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ അവിടെയും സംഘടനകൾ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ വളരെ ക്രമാനുഗതമായ ഡൈല്യൂഷൻ, ക്വാളിറ്റി ഡൈല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ട കാലമാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ 50% 25 വയസ്സിന് താഴെയാണ്. നമ്മൾ എല്ലായിടത്തും പറയുന്നത് ഇന്ത്യ ഹാസ് ഗോട്ട് എ ഗ്രേറ്റ് ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ്, കേരള ഹാസ് ഗോട്ട് എ ഗ്രേറ്റ് ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ്. ചെറുപ്പക്കാർ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ചെറുപ്പക്കാർ കൂടുതലുണ്ടെങ്കിൽ നല്ലതാണോ? ആണ്. എങ്ങനെ? അവർ മിടുക്കന്മാരാണെങ്കിൽ, അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് സ്കില്ലുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ അസറ്റ് നമ്മുടെ ചെറുപ്പക്കാരാണ്. അത് സംഭവിച്ചു കഴിഞ്ഞു. ലോകത്ത് മറ്റു രാജ്യങ്ങൾക്കില്ല ഇത്രയും. അപ്പോൾ അത് നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞു. ആ ഡിവിഡൻറ്റിനെ മികവാർന്ന ഒരു വെൽത്താക്കി മാറ്റണമെങ്കിൽ, ഈ ചെറുപ്പക്കാരെ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കാൻ കഴിയുന്ന വെൽത്താക്കി മാറ്റണമെങ്കിൽ അവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, അവർ സ്കിൽഡ് ആയിരിക്കണം, അവർക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ചിന്തിക്കാൻ കഴിവുണ്ടാകണം. അത് അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കുന്നില്ല, വിശേഷിച്ച് ഈ സമീപകാലത്ത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അതുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കേരളത്തിൽ അത് വലിയൊരു പ്രശ്നമാണ്. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ സംഘടനകൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയെ ക്രൂരമായി നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് പൊതുമേഖലയും എയ്ഡഡ് കോളേജിനെയും ക്രൂരമായി നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾ, ഈ ചെറുപ്പക്കാരായ കുട്ടികളിൽ 30% പേർ കേരളത്തിന് വെളിയിൽ പോകുന്നു എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. അവരൊക്കെ പോകുന്നത് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നാണ്. പാവപ്പെട്ട കുടുംബത്തിലൊരു കുട്ടി എങ്ങനെയെങ്കിലും പഠിക്കാൻ വേണ്ടി മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്നത് വീട് പണയം വെച്ചിട്ടായിരിക്കും, കടമെടുത്തിട്ടായിരിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം മികച്ച വിദ്യാഭ്യാസം വേണം, നല്ല ജോലി കിട്ടണം. ആ താല്പര്യമൊക്കെ നമ്മുടെ കുട്ടികൾക്കുണ്ട്. നമ്മുടെ കുട്ടികൾ മിടുക്കന്മാരാണ്. ആ കുട്ടികളെ ബോധപൂർവം നശിപ്പിക്കുന്നു എന്ന് ഞാൻ പറയേണ്ടി വരും. മാത്രവുമല്ല, മയക്കുമരുന്ന് വളരെ വ്യാപകമായിട്ട് നമ്മുടെ ക്യാമ്പസുകളിൽ വരുന്നുണ്ട്. അതും ഈ രാഷ്ട്രീയ അധിനിവേശവും, ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കും, രാഷ്ട്രീയ അധിനിവേശവും മയക്കുമരുന്നും ഒരുമിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ വളരുന്നു എന്നുള്ളതാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തമായ ചെറുത്തുനിൽപ്പില്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഈ അർഹതയില്ലാത്തവർ അല്ലെങ്കിൽ അതിനുള്ള യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്തവരാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലകൾ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രസക്തമായ പദവികളിലിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ പുറകെ നിന്ന് ഇതിനെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണോ, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്താണോ ഉണ്ടായത്? കാരണം കേരളത്തിൽ എല്ലാ കാലവും, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ പറയുന്ന രാഷ്ട്രീയ ഒരു ലോബിയിങ്ങിൻ്റെ കീഴിൽ തന്നെ ആയിരുന്നു. എന്തുകൊണ്ടാണ് അപ്പോഴൊന്നും ഉണ്ടാകാത്ത ഒരു ചെറുത്ത് നിൽപ്പാണോ ഇപ്പോഴുണ്ടാകുന്നത്? അത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്നതാണോ? കേരളത്തിലാണിത് വളരെ കാര്യമായിട്ട് നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ കുറവാണ്. ഉദാഹരണത്തിന് തന്നെ കേരളത്തിൻ്റെ അവസ്ഥ നോക്കൂ. കേരളത്തിൽ 14 വൈസ് ചാൻസലർമാരുണ്ട്. അതിൽ റെഗുലറായിട്ടുള്ള ഒരേ ഒരു വൈസ് ചാൻസലർ ഞാൻ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ തന്നെ താൽക്കാലിക വൈസ് ചാൻസലർമാരാണ്. ഇപ്പോൾ റെഗുലറായിട്ടൊരു വൈസ് ചാൻസലറെ നിയമിക്കാൻ പോലും ഇവിടെ ഭരണകൂടം അനുവദിക്കുന്നില്ല, ആ സെനറ്റും സിൻഡിക്കേറ്റും അനുവദിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ തർക്കമാണ്. വൈസ് ചാൻസലർ ഭരണകൂടത്തിൻ്റെ ഇഷ്ടത്തിലുള്ള ഒരാളാണെങ്കിൽ അവിടുത്തെ നിയമനങ്ങൾ, അവിടുത്തെ പരീക്ഷ, ഇത്തരം കാര്യങ്ങളൊക്കെ വൈസ് ചാൻസലർ വഴി നിയന്ത്രിക്കാം എന്നൊരു തോന്നലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട്
വ്യവസ്ഥാപിത മാർഗത്തിലൂടെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ നിയമത്തിലൂടെ വൈസ് ചാൻസലർമാരെ സ്ഥിരമായി നിയമിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗവർണറെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക വി സിയെ നിയമിക്കേണ്ടതുണ്ട്. പിന്നെ ആ താൽക്കാലിക വി സിയെ പലതരത്തിലും പ്രതിരോധിക്കുക, തടയുക, ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കോമാളിത്തരങ്ങൾ, എന്തിനാണ് വി സിയെ ക്യാമ്പസിൽ കയറ്റുകയില്ല എന്ന് പറഞ്ഞതെന്ന് ആർക്കും അറിയില്ല. ഇന്ന് അതെല്ലാം നിർത്തിവെച്ചു. ഞാനിന്ന് ക്യാമ്പസിൽ വന്നു, എല്ലാ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും എല്ലാം ഒപ്പിട്ടു. ഇത്രയും നാളും എന്തിനാണ് തടഞ്ഞത്? തടഞ്ഞവർക്കറിയില്ല. അതൊരു പക്ഷേ അവരോട് തടയാൻ പറഞ്ഞവർക്കേ അറിയുള്ളൂമായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ വിദ്യാഭ്യാസം ഇങ്ങനെ പോവുകയാണ്. അതേസമയം തന്നെ ഏറ്റവും മികച്ച കുട്ടികളാണ് നമ്മുടേത്. ഭാഗ്യവശാൽ കേരളത്തിലെ ആരോഗ്യ സർവകലാശാലയിൽ ഈ പ്രശ്നം ഇതുവരെ വ്യാപിച്ചിട്ടില്ല. നഴ്സിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, ആയുർവേദ കോളേജുകൾ, ഈ കോളേജുകളൊക്കെ തന്നെ ഭാഗ്യവശാൽ ഈ രാഷ്ട്രീയ സംഘടനകൾ വലുതായിട്ട് ഇടപെട്ട് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായ വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ നിന്ന് പാസ്സാകുന്ന കുട്ടികളെ ലോകമെമ്പാടും സ്വീകരിക്കുകയാണ്. നമ്മുടെ നഴ്സിംഗ് കുട്ടികൾ പാസ്സായി പുറത്തിറങ്ങിയാൽ അവർക്ക് ജോലിയാണ് ലോകത്തിൽ എവിടെ വേണമെങ്കിലും. നമ്മുടെ ഡോക്ടർമാർക്ക്, നമ്മുടെ ഫാർമസിസ്റ്റുകൾക്ക്, നമ്മുടെ ലബോറട്ടറി ടെക്നീഷ്യൻസിന് ഈ അവസ്ഥ മറ്റു കോളേജിലെ കുട്ടികൾക്കും കിട്ടേണ്ടതാണ്. അവർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഈ സമരം കാരണം അവരുടെ സമരങ്ങൾ തുടരെ സമരങ്ങൾ, കാരണം ഉള്ള സമരം, കാരണമില്ലാത്ത സമരം, സംഘട്ടനങ്ങൾ ഇതൊക്കെ തന്നെ. എന്നിട്ട് കോളേജ് യൂണിയനുകൾ പിടിച്ചെടുക്കുക, അവിടെ പല കോളേജുകളിലും എതിർപക്ഷത്തുള്ള കുട്ടികളെ മർദ്ദിക്കാൻ ഇടിമുറികൾ ഉണ്ടാക്കുക. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ കേരളത്തെക്കുറിച്ച് പരിചയമില്ലാത്ത ആളുകൾ വിചാരിക്കും ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന്. ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന്. വാസ്തവത്തിൽ ഇത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ സമൂഹം ഇതിനിടപെട്ടിട്ട് ഇതിനെ കൃത്യമായി പരിഹരിക്കണം. അപ്പോൾ അങ്ങ് പറയുന്ന ഒരു പരിഹാര ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? അതായത് അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരു രാഷ്ട്രീയ അധിനിവേശം, അത് അങ്ങ് ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അധിനിവേശമാകാം. അതൊരു ഒരു പ്രത്യേക വിഭാഗം രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു അധിനിവേശമാണോ സർവകലാശാലകൾ കൈയടക്കിയിരിക്കുന്നത്? പ്രത്യേക പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. മറ്റ് പാർട്ടികൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനുമുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കൂടുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ഈ കോളേജുകളുടെ ഭരണത്തിൽ, കോളേജുകളുടെ നടത്തിപ്പിൽ, ഹോസ്റ്റലുകളുടെ നടത്തിപ്പിൽ ഇടപെടേണ്ട സമയം വൈകിക്കഴിഞ്ഞു. നമ്മുടെ പൊതുസമൂഹം ഇടപെടേണ്ട സമയം വൈകിക്കഴിഞ്ഞു. ഇപ്പോൾ മാതാപിതാക്കളൊക്കെ ഞാൻ കുട്ടിയെ ഒരു നല്ല സ്കൂളിൽ ഏൽപ്പിച്ചല്ലോ, നല്ലൊരു കോളേജിൽ ഏൽപ്പിച്ചല്ലോ, അവൻ നന്നായി വരും എന്നാണ്. ഇത് വരുന്നില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. ഇപ്പോൾ പല ഹോസ്റ്റലുകളിലും ഡ്രഗ് അഡിക്ഷൻ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഡ്രഗ് അഡിക്ഷൻ എങ്ങനെ കുറയ്ക്കും എന്നുള്ള സമിതിയിൽ ഒരു തീരുമാനം എടുത്തിരുന്നു. എല്ലാ ഹോസ്റ്റലുകളിലും എപ്പോൾ വേണമെങ്കിലും അവിടെ താമസിക്കുന്നവരുടെ പാരൻസിന് കയറി വരാം എന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെ പാരൻസിലും കൂടെ ഏൽപ്പിച്ചുകൊണ്ട്, നമ്മുടെ പൊതുസമൂഹത്തെയും കൂടെ ഏൽപ്പിച്ചുകൊണ്ട് ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം. ഈ ഡ്രഗ് അഡിക്ഷൻ വരുന്നത് കുട്ടികൾ തെറ്റുകാരായതുകൊണ്ടല്ല, മറിച്ച് കുട്ടികളെ ബോധപൂർവം തെറ്റിലോട്ട് നയിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു വലിയ യുദ്ധമാണ് ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഇന്ത്യക്കെതിരായിട്ടുള്ള ശക്തികൾ അവർ അതിർത്തിയിൽ നിന്ന് വെടിവെക്കുക മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മുടെ കുട്ടികളെ മയക്കുമരുന്നിന് അടിമയാക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഇതൊരു സോഫ്റ്റ് വാറാണ്. ആ സോഫ്റ്റ് വാറിനെ നമ്മൾ ചെറുത്ത് നിന്നേ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 25% വയസ്സിന് താഴെയുള്ള ആളുകൾ നമ്മുടെ ജനസംഖ്യയുടെ 50%. ഏറ്റവും വലിയ ശക്തിയാണ്. ഇപ്പോൾ അധ്വാന ശേഷിയുള്ള ആളുകളുടെ കണക്ക് പറയുന്നത് 18-നും 60-നും വയസ്സിനിടയ്ക്കുള്ള ആളുകൾ എന്നാണ്. അത് 75 കോടിയാണ്. ചില്ലറ കണക്കല്ല. അതേസമയം ലോകത്തിലെ ഏറ്റവും ധനിക രാജ്യമായ അമേരിക്കയ്ക്കാകെ 36 കോടി ജനങ്ങളേ ഉള്ളൂ. ഇവിടെ
പീപ്പിൾ ഹു ആർ കേപ്പബിൾ ഓഫ് വർക്കിംഗ് ഈസ് ആൾമോസ്റ്റ് 75 crore. പക്ഷേ ഇവരെ മയക്കുമരുന്നിന് അടിമകളായാലോ, ഇവർ സമരം ചെയ്ത് നടക്കുന്ന ആളുകളാണെങ്കിലോ, ഇവർ തൊഴിൽ ചെയ്യാത്ത ആളുകളാണെങ്കിലോ, അവരെ തൊഴിൽ ചെയ്യാൻ അനുവദിക്കാത്ത ആളുകളാണെങ്കിലോ വലിയ ദുരന്തമാണ്. അതിനെ ഡെമോഗ്രാഫിക് ഡിസാസ്റ്റർ എന്നാണ് പറയുക. ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റിൻ്റെയും ഡെമോഗ്രാഫിക് ഡിസാസ്റ്ററിൻ്റെയും ഇടയ്ക്ക് ഉള്ളത് കൃത്യമായ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഈ ഡിസാസ്റ്ററിനെ നമുക്ക് തടയാൻ പറ്റൂ. ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം ഈ അടുത്തയാഴ്ച അതിൻ്റെ 5ാം വാർഷികമാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, സ്കൂൾ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം, കോളേജ് വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം, ഇൻറ്റേൺഷിപ്പ് എങ്ങനെയായിരിക്കണം, എക്സ്പീരിയൻസ് ഉള്ള എങ്ങനെയാണ് തൊഴിൽ ചെയ്യേണ്ടത്, ഇക്കാര്യമൊക്കെ വളരെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. കസ്തൂരി രംഗൻ്റെ നേതൃത്വത്തിലുണ്ടാക്കിയ കമ്മിറ്റിയാണ്. തീർച്ചയായിട്ടും അതൊരു അവസാന വാക്കല്ല എന്ന് നമുക്കറിയാം. അതിങ്ങനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി, ഞാൻ വൈസ് ചാൻസലറായ കേരള യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായിട്ട് ഈ 4 year NEP നടപ്പിലാക്കിയത് കഴിഞ്ഞ വർഷം. കേരളത്തിലെ മറ്റൊരു യൂണിവേഴ്സിറ്റികളും തയ്യാറാകാത്തപ്പോൾ ഞാനത് നടപ്പിലാക്കിയെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. അതിനുശേഷം കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അത് നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ സംശയമുണ്ട്. പക്ഷേ അത് നടപ്പിലാക്കിയേ പറ്റൂ. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നടപ്പിലാക്കിയേ പറ്റൂ. അതുപോലെ തന്നെ അധ്യാപകർ സംഘടനകൾക്ക് പുറകെ നടക്കാതെ മികച്ച അധ്യാപകരെ നമ്മൾ എടുക്കണം. എയ്ഡഡ് കോളേജുകളിലെ ഈ ഇപ്പോഴത്തെ റിക്രൂട്ട്മെൻറ്റ് രീതി പൂർണ്ണമായും മാറ്റിയേ പറ്റൂ. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി എല്ലാ കോളേജുകളിലും അധ്യാപകരെ എടുത്തേ മതിയാകൂ. ഗവൺമെൻറ്റിൻ്റെ പണം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ നികുതി പണമാണ്. ആ നികുതി പണം ആരെങ്കിലും റിക്രൂട്ട് ചെയ്യുന്ന ആൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ ഫലിതം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? മാത്രമല്ല ഈ എയ്ഡഡ് കോളേജിലെ അധ്യാപകർക്ക് പൊളിറ്റിക്കൽ ഫ്രീഡം ഉണ്ട്. അതായത് അവർക്ക് ഇലക്ഷൻ പ്രചരണത്തിന് പോകാം, അവർക്ക് മന്ത്രിയാകാം. അങ്ങനെ മന്ത്രിയായ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവർ അധ്യാപകരാണ്, UGC സാലറി വാങ്ങിക്കുന്നു. അവർ മന്ത്രിയാണ്, മന്ത്രിയുടെ സാലറിയും വാങ്ങിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലോ രാജ്യത്തോ ഉണ്ടെന്ന്. അപ്പോൾ വിദ്യാഭ്യാസത്തെ അത് ഏറ്റവും പരിപാവനമായൊരു മേഖലയാണ്. അതിനെ ആ സംശുദ്ധിയോടെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. ഞാനൊരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ എന്ന നിലയിൽ ആ ഹോസ്പിറ്റലിൽ രോഗചികിത്സ നടത്തേണ്ടത്, ഓപ്പറേഷൻ ചെയ്യേണ്ടത് വിദഗ്ധനായ ഡോക്ടറാണ്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പഠിപ്പിക്കേണ്ടവരെ നിയന്ത്രിക്കേണ്ടത് വിദഗ്ധരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ്. അതല്ല ഇപ്പോൾ നടക്കുന്നത്. ആർക്കും കയറി മേയാവുന്നൊരു മേഖലയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അപജയം. ഇത് കേരളത്തിൽ ഇപ്പോൾ 14 സർവകലാശാലകളുണ്ട്. അത് ഈ 14 സർവകലാശാലകളുടെ ഒരു പൊതു സ്വഭാവമാണോ അങ്ങ് പറയുന്നത്, അതോ ചില സർവകലാശാലകളിൽ മാത്രമാണോ ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടാനുള്ളത്? എല്ലാത്തിലും ഇത്രയും മോശമുണ്ട് എന്ന് ഞാൻ പറയില്ല. ഉദാഹരണത്തിന് ആരോഗ്യ സർവകലാശാല, ഞാൻ ചുമതലയുള്ള ആരോഗ്യ സർവകലാശാല മികവാർന്ന രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ബാക്കി യൂണിവേഴ്സിറ്റികൾ, അതായത് ആരോഗ്യ സർവകലാശാലയുടെ പ്രോസ് ചാൻസലർ എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയാണ്. അതെ, ആരോഗ്യ സർവകലാശാലയിൽ പ്രശ്നമില്ലാത്തതിൻ്റെ കാരണം അതിൻ്റെ സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് മുഴുവൻ ആരോഗ്യ വിദഗ്ധരാണ്. രാഷ്ട്രീയക്കാരും തന്നെ ഇല്ല. രാഷ്ട്രീയത്തിൽ കൂടെ എലക്റ്റഡ് ആയിട്ടുള്ള ആളുകളില്ല. മറിച്ച് ഡോക്ടർമാരോ നഴ്സുമാരോ അല്ലെങ്കിൽ ഫാർമസി വിദഗ്ധരോ ആണ്. ഭാഗ്യവശാൽ ഗവൺമെൻറ്റിന് നോമിനേറ്റ് ചെയ്യാം, ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാം. അവരും തന്നെ ഈ വിദഗ്ധരെ മാത്രമേ നോമിനേറ്റ് ചെയ്യുന്നുള്ളൂ. അതേസമയം മറ്റ് സർവകലാശാലകളിലും പണ്ടങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈയിടെയായിട്ട് അല്ലാത്ത ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയില്ല. അവർക്ക് എവിടെയാണ് അവർ എന്നുപോലും മനസ്സിലാകുന്നില്ല. അപ്പോൾ അവരുടെ ഒരു സ്വതസിദ്ധമായ ബഹളവും കലാപവും ഒക്കെ അവരുണ്ടാക്കുന്നു. അപ്പോൾ അങ്ങ് പറയുന്നത് ഈ സിൻഡിക്കേറ്റായി, അതായത് ഓരോ സർവകലാശാലകളെ സിൻഡിക്കേറ്റുകളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിയന്ത്രണം ഒരിക്കലും പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി, അത് CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നോമിനികളാകാൻ പാടില്ല. പൂർണ്ണമായും വിദ്യാഭ്യാസ വിദഗ്ധർ മാത്രമേ പാടുള്ളൂ. സിൻഡിക്കേറ്റിലാണെങ്കിലും അതാണ്. അതെ. ഇപ്പം അതേസമയം സെനറ്റ് ഉണ്ട്. സെനറ്റിൽ രാഷ്ട്രീയക്കാരൊക്കെ ആകാം.
അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള അഡ്വൈസും മറ്റുമൊക്കെ കൊടുക്കാം. പക്ഷേ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് സിൻഡിക്കേറ്റാണ്. അതിൽ വിദ്യാഭ്യാസ വിദഗ്ധർ മാത്രമേ ആകാൻ പാടുള്ളൂ. ഞാൻ ഈ ആശുപത്രിയുമായിട്ടുള്ള കമ്പാരിസണാണ് ഞാൻ എടുക്കുന്നത്. ആശുപത്രിയുടെ സൂപ്രണ്ട്, ആശുപത്രിയുടെ RMO ഇവരൊക്കെ വിദഗ്ധരായ ഡോക്ടർമാരാകണം. ഒരു രാഷ്ട്രീയ അധിനിവേശം ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ചിന്താഗതിയുള്ള രാഷ്ട്രീയ വിഭാഗമാണ് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നോമിനികളാണ് ഏറെക്കുറെ സർവകലാശാലകളൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പക്ഷേ അവിടെ നിന്ന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ആരോപണം അല്ലെങ്കിൽ CPM ഒക്കെ ഒരു ആരോപണം എന്ന് പറയുന്നത് കേരളത്തിലെ സർവകലാശാലകൾ മുഴുവനും കാവ്യവൽക്കരണമാണ്, അങ്ങേപ്പോലും ആ രീതിയിലാണ് ഉയർത്തിക്കാട്ടിയത്. ഇതിനുവേണ്ടി വാദിക്കുന്നവർ പോലും അങ്ങനെ ഒരു പ്രതിക്കൂട്ടിലാകുന്ന, അതായത് എന്താണോ വിദ്യാഭ്യാസ മൂല്യമെന്ന് വാദിക്കുന്നവർ പോലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രതിച്ഛായ അങ്ങനെ ഒരു പ്രതിക്കൂട്ടിലാകുന്നൊരു സാഹചര്യമാണല്ലോ. അല്ല, അതായത് വസ്തുതകൾ പറയുമ്പോൾ ആരോപണങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് ഒളിച്ചോടുക, അതാണ്. ഇപ്പോൾ ഫിഡിൽ കാസ്ട്രോയും ചെഗുവരയും തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വിചക്ഷണന്മാരല്ല. അവരാരും തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്ത ആളുകളുമല്ല. പക്ഷേ അവരുടെ ചിത്രവും കൊണ്ടാണ് ഇവരെല്ലാവരും ആഘോഷിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവുണ്ട് മഹാത്മാഗാന്ധി, ആ ചിത്രങ്ങളൊന്നുമില്ല. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആത്മാവായ വിവേകാനന്ദനുണ്ട്, അതാരും പറയുന്നില്ല. നമ്മുടെ അതിപ്രഗത്ഭരായ അധ്യാപകരുണ്ട്, ONV കുറുപ്പിനെ പോലെയും കൃഷ്ണനാരായണൻ നമ്പൂതിരിയെ പോലെയും അയ്യപ്പ പണിക്കരെ പോലെയും ഒക്കെയുള്ള മഹാനായ അധ്യാപകരുണ്ട്. അവരൊക്കെ യൂണിവേഴ്സിറ്റിയിലും യൂണിവേഴ്സിറ്റി കോളേജിലും പഠിപ്പിച്ചവരാണ്. അവരുടെ ഒന്നും ചിത്രം അവിടെ വെച്ചിട്ടില്ല. പിന്നെ കാവ്യവൽക്കരണം നടത്തിയെന്ന് പറയുന്നത് വലിയ ഫലിതമാണ്. എന്താണ് നടത്തിയിട്ടുള്ളത്? ഒന്നും നടത്തിയിട്ടില്ല. അങ്ങനെ നടത്താനും പറ്റില്ലല്ലോ. ഒന്നും നടത്തിയിട്ടില്ല. ഈ നിയമിച്ച വൈസ് ചാൻസലർമാർ തന്നെ ആരും തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാനും പറ്റില്ല. അതായത് അവിടെ നടത്തിയിരിക്കുന്ന രാഷ്ട്രീയവൽക്കരണം, ഇടതുപക്ഷ രാഷ്ട്രീയവൽക്കരണം തടയുന്നതിനെയാണ് കാവ്യവൽക്കരണം എന്നാരോപിക്കുന്നത്. ഒരാൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കാതെ നീയാണ് തെറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു രീതിയാണ്. എവിടെയെങ്കിലും കാവ്യവൽക്കരണം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമുണ്ടായത് എന്താണ്? ഭാരതാംബയുടെ ചിത്രം. ഭാരതാംബ ആരാണ്? ഭാരതാംബ നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവാണ്. അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള നമ്മുടെ മനസ്സിലുള്ളൊരു ചിത്രമാണ്. അതിൽ 50 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ട് ഒരു വലിയ പ്രകടനം നടന്നു. അന്ന് അവർ വിളിച്ച മുദ്രാവാക്യം ഭാരത് മാതാ കി ജയ് എന്നാണ്. അത് വിളിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ കൂടെ നടന്ന ആളുകളെ മർദ്ദിച്ച് ജയിലിൽ കൊണ്ടുപോവുകയും അവർ 1-2 വർഷം ജയിലിൽ കിടക്കുകയും ചെയ്തു. അവരെ അനുമോദിക്കാൻ, അവർക്ക് സമ്മാനം നൽകാൻ 50-ാം വർഷത്തിലൊരു മീറ്റിംഗ് നടന്നതാണ്. അവിടെ ഭാരതാംബയുടെ ചിത്രമല്ലാതെ വേറെ ആരുടെ ചിത്രമാണ് വയ്ക്കാൻ കഴിയുക? അപ്പോൾ ആ ചിത്രം വയ്ക്കുന്നത് തടയുക എന്ന് പറയുമ്പോൾ അടിയന്തരാവസ്ഥ ശരിയാണെന്ന് പറയുന്നത് പോലെയല്ലേ? ഭാരതാംബയുടെ ചിത്രമല്ലേ അവിടെ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെതിരായിട്ട് കലാപം ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? ഒരു നാടിനെ വളർത്താൻ ഏറ്റവും വലിയ ഉപാധി വിദ്യാഭ്യാസമാണ് എന്ന് പറയുമ്പോൾ ഒരു നാടിനെ നശിപ്പിക്കാനും ഏറ്റവും വലിയ ഉപാധി വിദ്യാഭ്യാസം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ബ്രിട്ടീഷുകാർ എന്താണ് ഇവിടെ ആദ്യം ചെയ്തത്? വളരെ തനതായ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നൊരു നാടാണ് ഇവിടെ. എല്ലാവരും വളരെ പല തലത്തിൽ വിദ്യാസമ്പന്നരായിരുന്നു. ഇവിടെ ക്ലാർക്കുമാരെ സൃഷ്ടിക്കാനുള്ള വിദ്യാഭ്യാസം എന്തുകൊണ്ടാണ് മെക്കാളെ കൊണ്ടുവന്നത്? അത് വളരെ ഇൻ്റലിജൻ്റായിട്ട് ചെയ്തതാണ്, ബുദ്ധിപരമായിട്ട് ചെയ്തതാണ്. അങ്ങനെ അടിമകളെ സൃഷ്ടിച്ചു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരൽ എല്ലാവർക്കും ഇഷ്ടമാകണമെന്ന് നിർബന്ധമില്ല. അവരതിനുള്ള ശ്രമങ്ങൾ നടത്തും. അപ്പം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, നമ്മളാരാണ്, ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയണം. വാസ്തവത്തിൽ ഇത് മനസ്സിലാവാത്ത നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് എതിരായിട്ട് നമ്മൾ തന്നെ പടപൊരുതുന്നു എന്നുള്ള പോലെയാണ്. അവരോടൊന്നും എനിക്ക് യാതൊരു വിരോധമൊന്നുമില്ല. അവർക്കറിയില്ല അവർ ചെയ്യുന്നത് എന്താണെന്ന്. അവരോട് ക്ഷമിക്കണമേ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവാക്കൾ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം തേടുന്നവർ എന്തുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ, കാരണം നമ്മളിവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വലിയ രീതിയിൽ നമ്മൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ അപ്പോഴും ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു മൂല്യം എന്തുകൊണ്ട് യുവാക്കൾ തിരിച്ചറിയുന്നില്ല? അവർ വിദേശത്ത് പോകുന്നു, അതിനപ്പുറം മറ്റ് സംസ്ഥാനങ്ങൾ തേടി പോവുകയാണ്. ഏതൊരു സമൂഹത്തിലും ഏറ്റവും മിടുക്കന്മാർ അവിടുത്തെ കുട്ടികളാണ്. അവർ നാട്ടിൽ ചുറ്റും എന്താണ് നടക്കുന്നത് കൃത്യമായി കാണുന്നവരാണ്. അവർക്ക് നല്ലത് ഏതാണ് എന്ന് അവർ തിരിച്ചറിയുന്നവരുമാണ്. അതേസമയം തന്നെ അവർ പഠിക്കാൻ പോകുന്ന കോളേജിൽ ഇടിമുറികളാണുള്ളതെങ്കിലോ, അവർ പഠിക്കാൻ പോകുന്ന കോളേജിൽ ക്ലാസ്സുകൾ നടക്കുന്നില്ലെങ്കിലോ, അവരെ നിത്യം ജാഥയ്ക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിലോ, അവനെന്തിനാ അവിടെ പോകണം? കയ്യിലെ പൈസയും കൊടുത്തിട്ട് അവനെന്തിനാ അവൻ്റെ ഭാവി നശിപ്പിക്കണം? അതുകൊണ്ട് തന്നെ അവനൊരു പക്ഷേ മനസ്സിലായില്ലെങ്കിൽ അവൻ്റെ ജ്യേഷ്ഠൻ പറയും, നീ ഇനി അവിടെ പഠിക്കണ്ട, ഞാൻ അവിടെ പഠിച്ചിട്ട് പെട്ടുപോയി. അവൻ്റെ മറ്റു ബന്ധുക്കൾ പറയും. അപ്പം മറ്റ് സ്ഥലങ്ങളിൽ എവിടെയാണെന്ന് പോകും. അവർ അതുകൊണ്ട് ഇതിനേക്കാളും നല്ല സ്ഥലം എന്ന് വിചാരിച്ച് മറ്റ് സ്ഥലങ്ങളിൽ പോകും. ആ മറ്റ് സ്ഥലം നല്ലതാകണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല, പക്ഷേ അവരങ്ങോട്ട് പോകും. പിന്നെ അവിടെ നിന്ന് പാസ്സായി കഴിഞ്ഞാൽ അവിടെ ജോലി സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അവരതിന് പോകും. ഇവിടെ തന്നെ നല്ല രീതിയിൽ നടക്കുന്ന അൺഎയ്ഡഡ് കോളേജുകളുണ്ട്. അവിടെ കുട്ടികൾ ചേരുന്നുണ്ട്. മികച്ച അധ്യാപകരും മികച്ച കോഴ്സുകളുമുള്ള, കൂടുതൽ ഫീസ് കൊടുത്തിട്ട് കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് പഠിക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. അവർ മിടുക്കന്മാരാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു സംശയവുമില്ല, അവർ വളരെ നല്ല മിടുക്കന്മാരാണ്. അവർക്ക് നമ്മൾ അവസരം നൽകുന്നില്ല. പിന്നീട് അവരെ ഈ ചതിക്കുഴികളിൽ പെടുത്തുന്നു. അവർക്ക് മയക്കുമരുന്നിന് അടിമകളാക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എതിരായിട്ട് സമൂഹം പ്രതിരോധം തീർത്തേ മതിയാകൂ. ഈ സമൂഹത്തിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് അങ്ങ് എന്ത് ഫോർമുലയാണ് മുന്നോട്ട് വയ്ക്കുന്നത്? സ്കൂളുകളിൽ കോളേജുകളിൽ നടക്കുന്നത് എന്താണ് എന്ന് ആളുകൾ കാണണം. അവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ളത്, ഇത്തരം കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനെ തടയാൻ ആളുകൾ വരണം. ഈ PTA സംവിധാനങ്ങൾക്ക് അപ്പുറം എന്ത് സംവിധാനമാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? PTA സംവിധാനമാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. PTA സംവിധാനം പലപ്പോഴും PTA സംവിധാനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ്. കാരണം ഈ പാരൻസ് അവർക്ക് വലിയ തിരക്കാണ്, അവരവരുടെ ജോലിക്ക് വേണ്ടി നടക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ ഗൾഫ് രാജ്യങ്ങളിലാണ്. അപ്പോൾ അവരെന്നിട്ട് പ്രിൻസിപ്പലിനെ വിളിക്കുമ്പോൾ എങ്ങനെയുണ്ട്, എൻ്റെ മോൻ എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ഇവിടെ പ്രശ്നമാണ്, നിങ്ങളിവിടെ വന്ന് അവൻ്റെ കൂടെ താമസിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. അച്ഛനും അമ്മയും പുറത്തായിരിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് പലപ്പോഴും പ്രശ്നങ്ങളാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തിൽ തന്നെ ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ആ പഞ്ചായത്തിലെ ആളുകൾ ആ പഞ്ചായത്തിലെ സ്കൂൾ എങ്ങനെ നടക്കുന്നുണ്ട് എന്ന് വിലയിരുത്തണം. അതായത് ദർ മസ്റ്റ് ബി പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, ദർ മസ്റ്റ് ബി പീപ്പിൾസ് ഇൻ്റർവെൻഷൻ. ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ഉള്ള സ്കൂള് കേരളത്തിൽ നല്ല സ്കൂളാണ് ആകണം എന്ന പഞ്ചായത്തിൻ്റെ ഒരു താല്പര്യം ഉണ്ടാവണം. എന്നിട്ട് അവരതിനകത്ത് ഇടപെടണം. പക്ഷെ അവിടെയും ഉള്ള ആളുകൾ രാഷ്ട്രീയം കളിക്കുന്നവരാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഒരു സ്കൂളിൽ ഇപ്പോൾ LKG മുതൽ 15 വയസ്സ് വരെ അല്ലെങ്കിൽ 17 വയസ്സ് വരെയുള്ള ഒരു +2 കാലയളവ് വരെ, 12ാം ക്ലാസ് വിദ്യാഭ്യാസം വരെ പാരൻസിന് ഒരു പക്ഷേ കുട്ടിയുടെ ഒരു പഠന നിലവാരം, കുട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിനെ പിന്തുടർന്ന് നിരീക്ഷിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതൊരു പ്രായോഗികത ഉണ്ടെന്ന് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു 18 വയസ്സ് കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടക്കുന്ന തൻ്റെ മകനെയോ മകളെയോ ഇങ്ങനെ പിന്തുടർന്ന് അവൻ്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ്? അത് ശരിയാണ്. പ്രത്യേകിച്ച് മുൻകാലങ്ങളിലൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പാരൻസ് ഒന്നും അന്വേഷിക്കാറില്ലായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ഇപ്പോൾ പല കുട്ടികളുടെ, പ്രത്യേകിച്ച് ആരോഗ്യ സർവകലാശാലകളിലെ കീഴിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ പാരൻസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതൊരു സന്തോഷകരമായ കാര്യമാണ്. അത് നടക്കുന്നുണ്ട്. മറ്റ് കോളേജുകളിൽ, ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എത്രത്തോളം അന്വേഷിക്കേണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അവരിടപെട്ടേ പറ്റും, ആരെങ്കിലും ഇടപെടണ്ടേ. അപ്പോൾ ഇവർ പറയാൻ പോകുന്നത് 18 വയസ്സ് കഴിഞ്ഞയാൾ അഡൽട്ടാണ്, അയാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാം. അപ്പോൾ മറ്റു രാജ്യങ്ങളിലൊക്കെ 18 വയസ്സ് കഴിഞ്ഞയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, എന്നിട്ട് സ്വന്തമായി ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് താമസിക്കും, എന്നിട്ടാണ് അയാൾ പഠിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അയാളെ ഈ പഠിക്കുന്നതിൻ്റെ ചിലവ് അയാൾ പണിയെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഓരോ കുട്ടിയും അയാൾ
18 വയസ്സ് കഴിഞ്ഞാൽ 25 വയസ്സ് കഴിഞ്ഞാലും ചിലപ്പോൾ 30 വയസ്സിൽ പോലും മാതാപിതാക്കൾ അവരധ്വാനിക്കുന്ന പണം കൊണ്ട് അല്ലെങ്കിൽ അവർ വീട് വിറ്റിട്ടൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ എന്തിനാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്? അവർക്ക് നല്ല ഭാവി ഉണ്ടാകാനും പിന്നീട് അവർ ആ മാതാപിതാക്കളെ ഒരുപക്ഷെ പരിചരിക്കും എന്ന ഒരു ധാരണ, പരിചരിക്കുമായിരിക്കാം, ഇല്ലായിരിക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു ധാരണയിലാണ്. അപ്പം യു ആർ എ സ്റ്റേക്ക് ഹോൾഡർ, പാരൻസ് ഈസ് എ സ്റ്റേക്ക് ഹോൾഡർ, അതിൽ ഇടപെട്ടേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഗവൺമെൻറ്റുകളും അക്കാര്യത്തിനെക്കുറിച്ച് കുറച്ചുകൂടി ഗൗരവത്തോടെ ചിന്തിക്കണം. ആർക്കെങ്കിലും ഈ കോളേജുകളെ വിട്ടുകൊടുക്കരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആർക്കെങ്കിലും വിട്ടുകൊടുക്കരുതെന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യ ഉത്തരവാദിത്തമില്ലേ സർവകലാശാലകളിൽ? കലാലയ രാഷ്ട്രീയം പോലും പൂർണ്ണമായും നിരോധിച്ച ഒരു പ്രൈവറ്റ് കോളേജുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണോ അച്ചടക്കത്തോടെ പട്ടാളച്ചിട്ടയോടുകൂടി എങ്ങനെയാണോ നിലകൊള്ളുന്നത്, അതേ രീതിയിൽ കേരളത്തിലെ സർക്കാർ കോളേജുകൾ, ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും മാറണമെന്നൊരു കാഴ്ചപ്പാടാണോ അങ്ങേക്കുള്ളത്? കേരള ഹൈക്കോടതി കേരളത്തിലെ എല്ലാ കോളേജുകളിലും രാഷ്ട്രീയം നിരോധിച്ചിട്ടുണ്ട്. എല്ലാ കോളേജിലും നിരോധിച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും നിരോധിച്ചിട്ടുണ്ട്. ആ വിധി നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ ക്യാമ്പസിനകത്ത് വയലൻസ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതി വിധിയുണ്ട്. അത് നടപ്പിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ വിദ്യാർത്ഥി സംഘടന പറയും അത് രാഷ്ട്രീയ സംഘടനയല്ല. നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ സംഘടനയുടെ മേൽവിലാസത്തിലാണ്. അപ്പോൾ നമ്മൾ കണ്ണടച്ചിരിട്ടാക്കുകയാണ്. സംഘടന വലുതാകും തോറും അവരുടെ ബാഡ് ഇൻഫ്ലുവൻസ് കൂടുതലാകുന്നു. അപ്പോൾ എല്ലാ തരത്തിലുള്ള ക്യാമ്പസ് രാഷ്ട്രീയം, ഈ വയലൻ്റ് ക്യാമ്പസ് രാഷ്ട്രീയം ഹൈക്കോടതി പറഞ്ഞതുപോലെ നടപ്പിലാക്കിയാൽ മതി. അതുപോലെ തന്നെ കേരളത്തിൽ ഒരു വലിയൊരു മറ്റ് സംസ്ഥാനങ്ങളിൽ വലുതായിട്ട് കാണാത്ത ഒരു പരിപാടിയുണ്ട്. അതായത് എന്നെന്നും വിദ്യാർത്ഥിയായിട്ട് നിൽക്കുക. അതായത് ആദ്യമായിട്ടൊരു BA കോഴ്സിന് ചേരും, 3 വർഷം പഠിക്കും, ഒരു പരീക്ഷയും പാസ്സാവില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത BA കോഴ്സിന് ചേരും, പിന്നെയും അതുപോലെ പോകും. അങ്ങനെ ചേർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ 5ഓ 6ഓ BA കോഴ്സുകൾക്ക് 10-15 വർഷം ഒരേ കോളേജിലോ പല കോളേജിലോ പഠിച്ചുകൊണ്ടേയിരിക്കും. പെർപ്പച്വൽ സ്റ്റുഡൻറ്റ്, പ്രൊഫഷണൽ സ്റ്റുഡൻറ്റ്. വലിയൊരു ശതമാനം നേതാക്കന്മാരും ഇങ്ങനെയാണ്. അത് രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന നേതാക്കന്മാരാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ അവർ പഠിച്ച് ഇങ്ങനെ നേതാവായി പിന്നീട് കുറച്ചുകൂടെ വലിയ പോസ്റ്റ് കിട്ടുമ്പോൾ വിദ്യാഭ്യാസം നിർത്തും. അത് നമ്മുടെ നാട്ടിൽ ഉള്ള വലിയൊരു പ്രതിഭാസമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം മറ്റു കുട്ടികൾക്ക് ഒരു പ്രയോജനമാണ്. അവൻ വിചാരിക്കും ഞാൻ പാടുപെട്ട് ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചു, ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചു, ഈ ചേട്ടനെ പോലെ ഇങ്ങനെ നടന്നാൽ പോരെയും ചോദിക്കും. ഇങ്ങനെ നടക്കുന്ന ചേട്ടന്മാർക്ക് പലപ്പോഴും പല ആനുകൂല്യങ്ങളും ജോലിയൊക്കെ കിട്ടും. അപ്പോൾ അത് കുട്ടികൾക്കൊരു മോഡൽ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇത് മെഡിക്കൽ കോളേജിലും നഴ്സിംഗ് കോളേജിലും ഒക്കെ നടക്കുന്നത് പ്രൊഫഷണൽ എഡ്യൂക്കേഷനാണ്. ഇത് സ്റ്റുഡൻറ്റ് പ്രൊഫഷനാണ്. സ്റ്റുഡൻഷിപ്പാണ് ഒരു പ്രൊഫഷൻ. പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. അത് പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യവും ഹോസ്റ്റൽ താമസവും ഒക്കെ ഈ ആളുകൾക്ക് കിട്ടുന്നുണ്ടാവും. ഇതൊക്കെ നിർത്തേണ്ട കാര്യമല്ലേ? ഈ 5-6 ഡിഗ്രി ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ, ഞാനീ പറയുന്നത് പല ആളുകൾക്കും മനസ്സിലാവും ആരൊക്കെയാണെന്ന്. പല ആളുകളുടെ നെഞ്ചിൽ കൊള്ളുമായിരിക്കും. ആയിക്കോട്ടെ. അപ്പോൾ സാധാരണക്കാരായ കുട്ടികൾ 17 വയസ്സ് ആകുമ്പോൾ +2 കഴിയും, സ്കൂൾ കുട്ടി കോളേജിൽ വരുമ്പോൾ അവൻ കാണുന്ന ഈ മോഡലുകൾ അവൻ എന്തുമാത്രം പ്രചോദനം നൽകും, എന്തുമാത്രം നന്മ നൽകും. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് സംഭവിച്ചിരിക്കുന്ന അപജയങ്ങൾ. അതിനിടയിൽ വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. വ്യത്യസ്തമായ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നന്നായിട്ട് നടക്കുന്നുണ്ട്. IIT നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, ഇത്തരം ഇൻഫ്ലുവൻസുകളില്ലാത്ത സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾ നടത്താൻ ഇവിടെ പറ്റും. ഇവിടുത്തെ കാലാവസ്ഥയൊന്നും അതിന് വിരുദ്ധമല്ല. ഐസർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. അവിടെ നിന്നൊക്കെ ആളുകൾ ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലോട്ട് പോവുകയാണ്. ലോകത്തിലെ വലിയ വലിയ സ്ഥാപനങ്ങളിലെ മേധാവികളായിട്ട് പോവുകയാണ്. കാരണം അവിടെ പഠിക്കുന്നവരും ഈ കോളേജിൽ പഠിക്കുന്നവരും എല്ലാം തുല്യ ബുദ്ധിയുള്ള ആളുകളാണ്.
അതായത് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു പ്രത്യേക കെയറിംഗ് ആണ്. എന്നാൽ സാധാരണ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്ന കോളേജുകൾ, സർവകലാശാലകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള അക്രമവാസനയും അല്ലെങ്കിൽ ഒരു കലാപാന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്നത് എന്നാണോ അങ്ങ് പറയുന്നത്? ഏകദേശം അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഈ പ്രൊഫഷണൽ കോളേജുകളിൽ പലയിടത്തും ശക്തമായ ചെറുത്തുനിൽപ്പുണ്ട്. പ്രൊഫഷണൽ കോളേജുകളിൽ എല്ലാ പ്രൊഫഷണൽ കോളേജിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കുറേയൊക്കെ പ്രൊഫഷണൽ കോളേജുകൾ ചെറുത്തുനിൽപ്പുണ്ട്. ഈ 4 വർഷത്തെ ബിരുദ പഠനം നമ്മൾ വലിയ അഭിമാനത്തോടെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ 4 വർഷത്തെ ബിരുദ പഠനത്തിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായി നടപ്പാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സിലബസ് ഒക്കെ എങ്ങനെയാണ്, അത് കൃത്യമായി അധ്യാപകർക്ക് ഒരു ധാരണയുണ്ടോ ഈ 4 വർഷത്തെ കോഴ്സുകളുടെ ഒരു പഠന നിലവാരത്തെക്കുറിച്ച്? അല്ല, തീർച്ചയായിട്ടും അന്തർദേശീയ തലത്തിൽ ഇപ്പോൾ ബിരുദം 4 വർഷമാണ്. ലോകത്തിലെ ഏത് രാജ്യത്ത് പോയാലും ആ രീതിയിലാണ്. ബിരുദം 4 വർഷവും പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം 1 വർഷവും. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ബിരുദം 3 വർഷവും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി 2 വർഷവുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ് അമേരിക്കയിലോ UK പോകുന്ന കുട്ടിക്ക് അവിടെ PGക്ക് ചേരാനും പറ്റില്ല, അവിടെ 4-ാം വർഷത്തിൽ ചേരാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു അന്തർദേശീയ പാറ്റേൺ ആണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളും ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. പണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിഗ്രി ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് പ്രീ ഡിഗ്രി എന്നായിരുന്നു. അപ്പോൾ അത് മാറ്റി, കാരണം എല്ലായിടത്തും 12 ക്ലാസ് വരെ സ്കൂളാണ്. അപ്പോൾ അന്തർദേശീയമായൊരു രീതിയാണ്, അത് വലിയ വലിയ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല, ഇതിനകത്ത് ഈ 4 വർഷ ഡിഗ്രിക്ക് ചേരുന്ന കുട്ടിക്ക് 3-ാം വർഷം പാസ് ഡിഗ്രി കൊണ്ട് പോകാൻ കഴിയും. അയാൾക്ക് അത് മതി എന്നുള്ള, അയാൾക്ക് പാസ് ഡിഗ്രി കൊണ്ട് കിട്ടുന്ന ജോലികൾക്ക് അയാൾക്ക് അതിന് പോകാം. അതല്ല, 1 വർഷം കൂടി അത് റിസർച്ച്, ഇൻറ്റേൺഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് 4 ഇയർ ഓണേഴ്സ് ഡിഗ്രിയാണ് കിട്ടുന്നത്. എൻ്റെ അതിൽ 75% മാർക്കോട് കൂടി ഓണേഴ്സ് ഡിഗ്രി പാസ്സായാൽ അയാൾക്ക് നേരെ PhD ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോഴും സർ, ഒരു സിലബസുകൾ നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളിലെ ഈ സിലബസുകളിലും അതിൻ്റെ കണ്ടന്റുകളെ കുറിച്ചൊക്കെ വലിയ രീതിയിലൊരു ആക്ഷേപമുണ്ടല്ലോ. അത് കാലോചിതമായി അത് പരിഷ്കരിക്കുന്നില്ല എന്ന് പറയുന്നൊരു ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. അല്ല, ഈ 4 ഇയർ വന്നപ്പോൾ കാലോചിതമായി പരിഷ്കരിക്കാൻ വേണ്ടി കമ്മിറ്റികളൊക്കെ കൂടി ചെയ്തിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ആണല്ലോ ആദ്യം അത് നടപ്പിലാക്കിയത്. അത് കാലോചിതമായി പരിഷ്കരിച്ചിട്ടുണ്ട്. പിന്നെ ദേശീയ എഡ്യൂക്കേഷൻ പോളിസിയുടെ നിർദ്ദേശങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് പരിഷ്കരിച്ചിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അപ്പോൾ ഇതൊരു ഡൈനാമിക് സിലബസാണ്, സ്റ്റാറ്റിക് അല്ല. പണ്ടൊക്കെ നമ്മൾ ഒരു സിലബസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നിട്ട് അതിൻ്റെ നോട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത 5-10 വർഷം അത് തന്നെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അധ്യാപകൻ പിന്നെ വേറെ ഒന്നും വായിക്കേണ്ടതില്ല. പിന്നെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, ഇത് ടീച്ചർ സെൻട്രിക് അല്ല, സ്റ്റുഡൻറ്റ് സെൻട്രിക്കാണ്. എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സ്റ്റുഡൻറ്റിനാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻറ്റിന്, ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറും എക്കണോമിക്സും കെമിസ്ട്രിയും കൂടെ പഠിക്കണം വിചാരിക്കുന്നു, കുട്ടിക്ക് പഠിക്കാം. അതായത് അപ്പോൾ ആളുകൾ വിചാരിക്കും ഇതൊരു ഭ്രാന്താണല്ലോ, എന്തിനാ ഇങ്ങനെ ഇതൊക്കെ പഠിക്കുന്നു. അത് വളരെ സിമ്പിളാണ് കാര്യം. നമ്മൾ ഫ്യൂച്ചർ റെഡി ആവുകയാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത 5 വർഷം കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്തൊക്കെ തൊഴിലുകളുണ്ടാവുമെന്ന് ആർക്കും ഉറപ്പില്ല. സോ യു ഹാവ് ടു ബി ഫ്യൂച്ചർ റെഡി. എന്ന് വെച്ചിട്ട് ലോകത്തിലെല്ലാം നമ്മൾ പഠിക്കണമെന്നല്ല, മറിച്ച് നമുക്ക് കഴിവുള്ള വിഷയങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. കാരണം നാട്ടിൽ ലോകമെമ്പാടും കഴിവുള്ളവർക്കാണ് ഏറ്റവും വലിയ വിലയുള്ളത്. അപ്പോൾ ഞാനിപ്പം വെറുതെ ഒരു MBBS ഡോക്ടറായതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതേസമയം സ്കിൽഡ് MBBS ഡോക്ടറാണെങ്കിൽ എനിക്ക് ഡിമാൻഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സമഗ്രമായിട്ട് മാറി. 2019 തൊട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ കോമ്പീറ്റൻസി ബേസ്ഡ് മെഡിക്കൽ എഡ്യൂക്കേഷനാണ്. അതായത് ഓരോ ഡോക്ടറും എന്തൊക്കെ വിഷയത്തിൽ കോമ്പീറ്റൻ്റ് ആവണം എന്നാണ്. മറ്റേത് വലിയൊരു സിലബസ് ഉണ്ട്, അത് മുഴുവൻ കാണാതെ പഠിക്കുക, പരീക്ഷാ ഹാളിൽ ചെന്ന് അത് ഛർദ്ദിക്കുക, നമ്മൾ പാസ്സാവുക. നിങ്ങൾക്ക് രോഗിയെ പരിശോധിക്കാൻ അറിയാമോ എന്നവിടെ തെളിയിക്കപ്പെടുന്നില്ല. അത് ചെയ്യുന്നുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ അതൊക്കെ പഠിച്ചതാണ്. പക്ഷെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നു, കോമ്പീറ്റൻസി ബേസ്ഡ്. അതുപോലെ തന്നെ ഈ 4 ഇയർ ഡിഗ്രി OBE എന്ന് പറയും, ഒബ്ജക്റ്റീവ് ബേസ്ഡ് എഡ്യൂക്കേഷനാണ്. OBE ഒബ്ജക്റ്റീവ്, അതായത് BA എക്കണോമിക്സ് പഠിച്ച കുട്ടി എന്തായിരിക്കണം അതിൻ്റെ ഒബ്ജക്റ്റീവ്. BCom പഠിക്കുന്ന കുട്ടി അവൻ എന്തിനൊക്കെ കോമ്പീറ്റൻസി ഉണ്ടാകണം, ആ കോമ്പീറ്റൻസി
തീർച്ചയായിട്ടും അത് എളുപ്പമുള്ള കാര്യമല്ല, അത് ഡിസൈൻ ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അധ്യാപകർക്ക് നല്ല പണിയുണ്ട്. എന്നിട്ട് അതിന് കുട്ടിയെ തയ്യാറാക്കണം. ലോകമെമ്പാടും അങ്ങനെയാണ്. ഇവിടെ അതായത് മറ്റ് പല രാജ്യങ്ങളിലും അധ്യാപകനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നു. ആ കോഴ്സ് നല്ലതല്ലെങ്കിൽ അവൻ ജോയിൻ ചെയ്യില്ല, അധ്യാപകൻ്റെ ജോലിയും പോവും. ഇവിടെ അങ്ങനെയൊന്നുമല്ല. നമ്മളൊരാളെ PSC വഴിയോ പൈസ കൊടുത്തിട്ടോ ഒക്കെ നിയമിച്ചു കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുന്നവരെ അയാൾ അധ്യാപകനായി തുടരും. അത് നമ്മുടെ ഒരു സിസ്റ്റമാണ്. അതിൽ തെറ്റും ഉണ്ടാകും, ഗുണവും ഉണ്ടാകും. പക്ഷേ അധ്യാപകർ അതനുസരിച്ചിട്ട് വളരണം. അപ്പോൾ കുട്ടികൾ അവർക്ക് ആവശ്യപ്പെടുന്നത് കിട്ടുന്നില്ലെങ്കിൽ അവൻ പറന്നു പോകും. കേരളത്തിലെ സർവകലാശാലകൾ യൂത്ത് ഫെസ്റ്റിവൽ, അത് യുവജനോത്സവങ്ങൾ നടക്കുമ്പോൾ ആ യുവജനോത്സവത്തിൻ്റെ ഫുൾ നടത്തിപ്പുകാർ എന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനകളാണ്. എല്ലാ വർഷവും യുവജനോത്സവത്തിന് വേണ്ടി കോടികളുടെ ഫണ്ടാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റായൊക്കെ ഇവർക്ക് നൽകുന്നത്. ഇതിൽ കൃത്യമായൊരു ഓഡിറ്റിംഗ് നടത്തുന്നുണ്ടോ? ഇല്ല. സത്യം നടത്തേണ്ടതല്ലേ? അത് നടത്തേണ്ടതാണ്. കാരണം അവ നടത്തുന്നത്, അതിൻ്റെ മുകളിലുള്ളത് രാഷ്ട്രീയക്കാരടങ്ങുന്ന സിൻഡിക്കേറ്റ് അതിനെ തടയുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു യൂത്ത് ഫെസ്റ്റിവൽ നടത്തുകയാണെങ്കിൽ അതിൻ്റെ പണം അവിടുത്തെ സ്റ്റുഡൻറ്റ് യൂണിയനാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ പലപ്പോഴും അവരല്ല നടത്തുന്നത്. അവരെ നിയന്ത്രിക്കുന്ന സംഘടനയെ പൈസ ഏൽപ്പിക്കും. എന്നിട്ട് ആ സംഘടനയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സംസ്ഥാനമെമ്പാടും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ യുവജനോത്സവങ്ങളും, മിക്കവാറും എല്ലാ യുവജനോത്സവങ്ങളും, കോളേജുകളിലെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലെയും, ഇതൊക്കെ തന്നെ സംഘടനകൾക്കൊരു വരുമാന മാർഗമാണ്. അതുകൊണ്ടായിരിക്കും ഇവർ സ്ഥിരമായി ആ സംഘടന പിടിച്ച്, അതായത് ആ യൂണിവേഴ്സിറ്റിയുടെ ഭരണം ഒരു പ്രത്യേക സംഘടന, അതിൽ തന്നെ ഒരുതരം അധിനിവേശത്തോടു കൂടി അത് കൃത്യമായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും. ആയിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഒരു കാര്യം ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടേ? ഇതൊരു നേട്ടമാകും. യൂത്ത് ഫെസ്റ്റിവലിൽ ജഡ്ജസിനെയൊക്കെ തീരുമാനിക്കുന്നതും ഒക്കെ ഈ യൂണിയൻ പ്രതിനിധികൾ അല്ലെങ്കിൽ സംഘടനകളാണ്, വിദ്യാർത്ഥി സംഘടനകളാണ് എന്നൊരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. അല്ല, അത് ശരിയാണ്. അപ്പോൾ ഉദാഹരണത്തിന് സ്കൂൾ യുവജനോത്സവത്തിന് ജഡ്ജസിനെ തീരുമാനിക്കുന്നത് ടീച്ചേഴ്സാണ്, അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം. പക്ഷേ കോളേജ് യൂത്ത് ഫെസ്റ്റിവൽ ആകുമ്പോൾ അവർ 18 വയസ്സ് കഴിഞ്ഞ ആളുകളാണെന്നും അവർ അഡൽട്ടാണെന്നും അവർ മെച്യൂറാണെന്നും എന്നുള്ളതുകൊണ്ട് അവരെ മുഴുവൻ ഏൽപ്പിക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ല. കാരണം 18 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാൻ കഴിവുള്ള ആളുകളാണ്. വേണമെങ്കിൽ രാജ്യത്തെ MLA ഒക്കെ ആവാൻ യോഗ്യതരായ ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇക്കാര്യങ്ങൾ ചെയ്ത് പരിചയം വേണം. ആ വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ നടപ്പിലാക്കിയത്. അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെ തന്നെ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈയിടെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു സംഭവം ഉണ്ടായി. ചില മത്സരങ്ങൾക്ക് ആകെ 10-12 ടീമുകൾ മത്സരിച്ചു. അതിൽ 8-9 പേർക്ക് സമ്മാനം കൊടുത്തിരിക്കുകയാണ്. 1-ാം സമ്മാനം 5, 2-ാം സമ്മാനം 4. അപ്പോൾ ഞാനത് തടഞ്ഞു വെച്ചു. അപ്പോൾ അതെന്നിട്ട് അത് കോടതിയിൽ പോവുകയും അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലും ഗവർണറുടെ പരിഗണനയിലും ഒക്കെ ഗ്രേസ് മാർക്കുള്ളതുകൊണ്ടാണ്. ഗ്രേസ് മാർക്കുണ്ട്. അപ്പോൾ 6% മാർക്ക് കിട്ടും. അപ്പോൾ ഈ തോറ്റ കുട്ടിക്ക് ജയിക്കാൻ പറ്റും, ജയിച്ച കുട്ടിക്ക് അഡ്മിഷൻ കിട്ടും. ഇങ്ങനെ പല കാര്യങ്ങളും കിട്ടും. പൂർണ്ണമായും വിദ്യാർത്ഥി സംഘടനകളാണ് ഈ കലോത്സവം ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നല്ല ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയൊരു കാര്യമാണ്. അത് ഒരു തരത്തിലും അതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് ഡൺ. ഈ സമീപകാലത്തുള്ളൊരു കാര്യമാണ്. ഞാൻ വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനായിരുന്നു മെഡിക്കൽ കോളേജിൽ. ഞാൻ പരിപാടി വിദ്യാർത്ഥി യൂണിയനെ പ്രതിനിധീകരിച്ചായിരുന്നു. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു മെഡിക്കൽ കോളേജ് സംഘടനകൾക്ക് അതീതമായി സംഘടനകൾക്കെതിരായിട്ട് നിന്നുകൊണ്ട് ഇൻഡിപെൻഡൻ്റായിട്ട് വേണമെന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ കക്ഷി രാഷ്ട്രീയം പാടില്ല എന്ന രീതിയിൽ നിന്നൊരാളാണ്. കാരണം മെഡിക്കൽ കോളേജിൽ പല രീതിയിലുള്ള ആളുകൾ ചികിത്സയ്ക്ക് വരുന്ന ആളുകളാണ്. അപ്പോൾ അവരെ ചികിത്സിക്കുന്ന ആളുകൾ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കളർ കണ്ണാടിയോടുകൂടി രോഗികളെ കാണാൻ പാടില്ല എന്നുള്ളതാണ്. ഡോക്ടർമാർക്ക് ഒരിക്കലും കക്ഷി രാഷ്ട്രീയം പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഡോക്ടർ മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ സാർ, ഇതിനകത്ത് ഈ സർവകലാശാലകൾ ഈ രീതിയിലൊരു ഓഡിറ്റിംഗ് ഫണ്ടുമായി ബന്ധപ്പെട്ട് അത് ചെറിയ കാശൊന്നും അല്ലല്ലോ, കോടികളാണ് ഒരു ഗ്രാൻറ്റായി ലഭിക്കുന്നത്. ഇവിടെ ഒരു ഓഡിറ്റിംഗ് നടക്കാതെ വർഷാവർഷം കൃത്യമായ വലിയ രീതിയിലൊരു ക്രമക്കേട് നടക്കുമ്പോൾ ഈ ഓഡിറ്റിംഗ് നടത്തുന്നതിന് എവിടെയാണ് തടസ്സം? തടസ്സമൊന്നുമില്ല. പക്ഷേ ആ ഓഡിറ്റിങ്ങിന് ഇവർ പല രേഖകളൊക്കെ കാണിക്കും. തീർച്ചയായിട്ടും ആ കാര്യത്തിലൊക്കെ പരിഗണിക്കുന്നുണ്ട്. കാര്യം ഓഡിറ്റിംഗ് നടക്കാൻ പോവുകയാണ്. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ ഏറ്റവും അധികം വിദ്യാഭ്യാസ പാരമ്പര്യമുള്ള ഒരു നാടാണ്
വിദ്യാഭ്യാസ സമ്പത്തുള്ളൊരു നാടാണ്. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് അതിൻ്റേതായ ഏറ്റവും അധികം പരമപ്രാധാന്യമുള്ള ഒരു മേഖല കൂടി തന്നെയാണ്. കുട്ടികൾക്ക് എല്ലാ മാതൃകയും ആകേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നത സ്ഥാനീയർ അവർ എല്ലാ കാലവും മാതൃകയുള്ളവരായി തന്നെ തുടരട്ടെ. ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എത്ര വേഗം പരിഹരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവിധമായ ആശംസകളും. അങ്ങ് ഇത്രയും സമയം വാക്കുമറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ നെറുകയിൽ പോകാൻ പോവുകയാണ്. അത് സംഭവിക്കും. അത് സംഭവിക്കാൻ ചില ചെറിയ തടസ്സങ്ങളുണ്ടാകും. ഈ തടസ്സങ്ങൾ ഇതിൻ്റെ ഭാഗമാണ്. നമ്മളിതിനെ തരണം ചെയ്യും. നമ്മൾ ലോകത്തിൻ്റെ നെറുകയിൽ എത്തും. അതിൻ്റെ ഏറ്റവും മുന്നിൽ കേരളത്തിലെ കുട്ടികൾ ഉണ്ടാകും. താങ്ക് യു സർ. താങ്ക് യു.